ഇക്ക ഈ ഒട്ടുമാവ് എന്ന് പറയുന്നത് എന്താണ്? ഒട്ടുമാവ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കായ്ഫലം നൽകുന്ന നമ്മുടെ നാടൻ മാവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാവിൻ്റെ കമ്പ് എടുത്തുകൊണ്ട് മറ്റൊരു റൂട്ട് സ്റ്റോക്കിൽ വെച്ച് പിടിപ്പിക്കുന്ന രീതിയാണ് ഒട്ടുമാവ് എന്ന് പറയുന്നത്. ഇത് 2-3 രീതിയിൽ ചെയ്യാറുണ്ട്. ആ രീതികൾ നമുക്കിവിടെ പരിചയപ്പെടാം. ഒന്ന്, ഇത് ബെഡ് ചെയ്യുന്ന രീതിയാണ്. ബെഡ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഇതൊരു റൂട്ട് സ്റ്റോക്കാണ്. ഇത് ഒരു നാടൻ മാവിൻ്റെ തൈയാണ്. ഈ തൈയിൽ നമ്മൾ ഒരു കായ്ഫലം നൽകുന്ന ഒരു മെച്ചുറൽ പ്ലാന്റിൻ്റെ ഒരു സയാണ് അഥവാ മുകുളം അത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഭാഗത്ത് ഒട്ടിച്ചിരിക്കുകയാണ്. സൈഡിലാണ് കട്ട് ചെയ്തിട്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഈ മുകുളം വലുതായി വരുമ്പോൾ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. അങ്ങനെ കട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിന് വളർച്ച കൊടുക്കും. അങ്ങനെ പിന്നീട് ഇതാണ് നല്ലൊരു മാവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് പൊന്തുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കും. എന്നിട്ട് ഈ സൈഡ് നമ്മൾ വെച്ചിട്ടുള്ള ഈ ഭാഗത്തുനിന്ന് വരുന്ന ഈ സയാണ് അതിന്റെ മാതൃ സ്വഭാവം കാണിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മാങ്ങകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാങ്ങകൾ കിട്ടുക ഈ ഒരു കഷ്ണത്തിൽ നിന്ന് വരുന്ന മാവിനായിരിക്കും. സ്വഭാവത്തോട് കൂടിയിട്ടുള്ള അതിന്റെ സ്വഭാവമുള്ള മാങ്ങയാണ് നമുക്ക് ലഭിക്കുക. ഇതിൽ നിന്ന് കിട്ടൂല. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് കമ്പുകൾ വരാനായിട്ട് അനുവദിക്കരുത്. അത് നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. ഇതിനാണ് വളർച്ച കൊടുക്കേണ്ടത്. ഇത് ഈ രീതിക്ക് എന്താ പറയാ? ഇതിന് ബഡ്ഡിംഗ് എന്നാണ് പറയാ. ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബഡ്ഡിംഗ് തന്നെ വേറെ രീതികൾ. ഇനി ബഡ്ഡിങ്ങിലെ രീതിയില്ല. ബഡ്ഡിംഗ് ഇനി ഒട്ടുമാവത്ത് വേറെ രീതി. ഇത് സൈഡ് ഗ്രാഫ്റ്റ് ആണ്. ഇത് മാവിന്റെ സൈഡിൽ നിന്ന് നമ്മൾ സൈഡ് ക്രോസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതേപോലെ അതിൻ്റെ സൈഡും സൈഡിൽ നിന്ന് ചെത്തി മാറ്റിയതിന് ശേഷം ഇവിടെ വെച്ച് നന്നായിട്ട് നമ്മൾ കെട്ടി പിടിപ്പിച്ചെടുക്കുന്ന ഈ രീതിയാണ് സൈഡ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതാ ഈ മെത്തേഡാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കവർ കൊണ്ട് വെള്ളം കയറാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് ചുറ്റിയിട്ട് ആണ് ഇത് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ നിന്നാണെങ്കിലും മുകൾക്ക് ഇതിന്റെ തൈ പൊന്തി വരുന്ന സമയത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്ന കമ്പിന്റെ ഇത് വളരാൻ അനുവദിക്കും. ഈ താഴെ നിന്ന് വളരാൻ അനുവദിക്കില്ല. അപ്പൊ ഈ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് കമ്പുകൾ വരാൻ അനുവദിക്കാതെ നമ്മൾ വെച്ച സായണില്ല ഇത് വളരാനായിട്ട് അനുവദിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ 2 രീതികൾ കണ്ട്. ഇനി മൂന്നാമത്തെ രീതി ഞാൻ പറയുന്നത് ഇതാണ് സ്റ്റോൺ ഗ്രാഫ്റ്റ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാവിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ നന്നായിട്ട് കായ്ഫലം നൽകുന്ന മറ്റൊരു മാവിൻ്റെ സായാണ് എടുത്തിട്ട് നമ്മൾ ഇതിൽ വി ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയിട്ട് നന്നായിട്ട് ചുറ്റി കെട്ടിയിട്ട് പിടിപ്പിച്ച രീതിയാണ്. ഇത് സ്റ്റോൺ എന്താണ് ഇതിന്റെ പേര്? ഇത് സ്റ്റോൺ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റോൺ ഗ്രാഫ്റ്റ് അല്ല, ഇത് സെൻറ്റർ ഭാഗത്തൊരു സ്റ്റോൺ പോലെ വന്നിട്ടുണ്ട്. ഇതാണ് അപ്രോച്ചിങ് ഗ്രാഫ്റ്റ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കായ്ഫലം നൽകുന്ന ഒരു വലിയ മാവിൻ്റെ കമ്പിൽ നമ്മൾ ഒരു വളർച്ചയെത്തിയ മാവിൻ്റെ തൈ കൊണ്ടുപോയിട്ട് അത് ഇവിടുന്ന് ചെത്തിയതിന് ശേഷം തമ്മിൽ കൂട്ടിയിട്ട് നന്നായിട്ട് കെട്ടിയിട്ട് ഒരു 2 മാസം വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു തൈ കിട്ടും. ഈ രീതിയാണ് അപ്രോച്ചിങ് ഗ്രാഫ്റ്റ്. ഈ അപ്രോച്ചിങ് ഗ്രാഫ്റ്റിങ് ഒന്ന് വിശദമാക്കി തരുമോ ഒന്നും കൂടി? അത് നന്നായിട്ട് കായ്ഫലം നൽകുന്ന ഒരു മാവിന്റെ മരത്തിൽ ഇപ്പൊ ഈ മരം നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട് സങ്കല്പിക്കാം. അപ്പൊ ഇതേപോലത്തെ ഒരു മാവിന്റെ തൈ നമ്മൾ ഇവിടെ അല്പം ചെത്തിയതിനു ശേഷം ഈ ഭാഗത്തും അല്പം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് രണ്ടും കൂടെ ഇതുപോലെ കൂട്ടിക്കെട്ടിയിട്ട് നമ്മൾ ഈ താഴ്ത്തിരിക്കുന്ന ഇതിനൊരു സപ്പോർട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗിന് സപ്പോർട്ട് കൊടുത്ത് താഴ്ത്തി വീഴാതിരിക്കാൻ സപ്പോർട്ട് കൊടുത്ത് നിർത്തുക. എന്നിട്ട് 2 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇതിനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പ് നേരിട്ട് പിടിക്കും. ആ രീതിയാണ് ഞാൻ ഇവിടെ ഒരു മാവ് ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാം. ഇതാ അതുപോലെ നല്ലൊരു റൂട്ട് സ്റ്റോക്ക് നമ്മൾ ഇതുപോലെ മാവിൽ കെട്ടി വെച്ചതിന് ശേഷം 2 മാസം കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. കണ്ടില്ലേ? ഇപ്പോൾ ഇതിനെ വളരാൻ അനുവദിച്ചു. ഇങ്ങനെ ഒരു തൈ നമുക്ക് കിട്ടി. ഇതിനെയാണ് അപ്രോച്ചിങ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു മാവിൻ്റെ സ്വഭാവമല്ല കാണിക്കുക, നമ്മൾ വെച്ച് കൊടുക്കുന്ന കമ്പിൻ്റെ സ്വഭാവമാണ് മാവിന് കാണിക്കുക. അതാണ് മാതൃസ്വഭാവം കാണിക്കുക. ഇത് അതിൻ്റെ റൂട്ട് സ്റ്റോക്കാണ്. ഇത് വളർച്ചയെ ക്രമീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ റൂട്ട് സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു തൈ ഉണ്ടല്ലോ, ഇത് എത്ര പ്രായമായത് വേണമെന്ന് അങ്ങനെ ഒന്നുമില്ല. അത് നമുക്ക് ഒരു മിനിമം ഒരു കുറച്ച് വലിപ്പം ഒരു വിരലിന്റെ കമ്പെത്തണം. അതിലും കുറച്ച് അല്പം ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും കുറച്ച് വലിപ്പമുള്ളൊരു തൈയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പാണ് നമ്മൾ ഇതിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞ് അടുത്തൊരു വർഷം തന്നെ ഈ കമ്പ് കായ്ക്കുമോ? അടുത്ത വർഷം തന്നെ ഇത് കായ്ക്കും. പക്ഷെ നമ്മളതിനെ കായ്ക്കാൻ അനുവദിക്കരുത്. ഒരു 2 വർഷത്തിന് നമ്മൾ കായ്ക്കാൻ അനുവദിക്കരുത്. പിന്നെ നമ്മൾ ഈ വെക്കുന്ന കമ്പും റൂട്ട് സ്റ്റോക്കും ആ വെക്കുന്ന കമ്പും ഒരേ വണ്ണമാവാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം 2 വലിപ്പമാവരുത്. ഏകദേശം ഒരേ വലിപ്പമുള്ളതായിട്ട് ഉള്ള ഇതായിരിക്കണം റൂട്ട് സ്റ്റോക്കും അതിൻ്റെ സൈഡും.
അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമാവ് നമുക്ക് 1 കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ 1.5 കൊല്ലം കൊണ്ടോ ഒക്കെ കായ്പ്പിച്ചെടുക്കാൻ പറ്റും. 1.5 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് നമുക്ക് വളരെ നേരത്തെ തന്നെ മാങ്ങ കായ്പ്പിച്ചെടുക്കാൻ മാവിൽ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഈ നമ്മളിതിൽ വെക്കേണ്ട കൊമ്പ് നല്ല കായ്ക്കണ കൊമ്പായിരിക്കണം അല്ലേ? നല്ലൊരു ഞാൻ പറഞ്ഞത് നല്ല മൂത്ത് നല്ല വളർച്ച എത്തിയ നല്ല കായ്ഫലം നൽകുന്ന ഒരു മെച്ചുറൽ പ്ലാന്റ് ആയിരിക്കണം. നമ്മൾ ഈ കണ്ട 4 മെത്തേഡിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ്? ഏറ്റവും നല്ലത് എന്ന് പറയപ്പെടുന്നത് ബഡ്ഡിങ് രീതിയാണ്. അഥവാ ഒരു മാവിൻ്റെ ഒരു മുകളം എടുത്ത് മറ്റൊരു റൂട്ട് സ്റ്റോക്കിൽ ഒട്ടിച്ചെടുത്ത് വളർത്തിയെടുക്കുന്ന മാവിനാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്തും അത് നല്ലതായ വളർച്ചയും കാണിക്കുന്നത്. അതുകൊണ്ട് ബഡ് ചെയ്ത തൈയാണ് എപ്പോഴും 1ാം സ്ഥാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. 2ാം സ്ഥാനം കൊടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഈ സ്റ്റോൺ ഗ്രാഫ്റ്റ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതാണ് അപ്രോച്ചിങ് ഗ്രാഫ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഓരോ സമയത്ത് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ എല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്തുകൂടെ? അല്ല, ഈ ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ അത്രയും വിദഗ്ധമായി അത്രയും പരിശീലനം നേടിയ ആളുകൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇതുപോലെയുള്ള ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ കമ്പ് എടുത്തിട്ട് ഒരു വി ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതും അതുപോലെ തന്നെ ഒരു കോണായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇറക്കി വെച്ചിട്ട് അങ്ങനെ ചുറ്റി കൊടുക്കുക. ഇത് എത്ര സമയം പിടിക്കും ഈ ഒരു കൊമ്പ് ഇതിൽ ഒട്ടിയാൽ റെഡിയാണ്? 14 ദിവസം കൊണ്ട് നല്ലൊരു കമ്പാണെങ്കിൽ അത് തളിര് വരും. ഏത് രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മളവിടെ ഇതുപോലെ തന്നെ വെള്ളം ഇറങ്ങാത്ത രീതിയിൽ കവർ പാക്ക് ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ ഇതിനകത്ത് ഇടുന്ന ഒരു സ്ലീവ് ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല, അവിടെ ഉണ്ട്. ആ സ്ലീവ് ഇതിനകത്ത് നമ്മൾ ഇറക്കി കൊടുക്കണം. വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരാൻ പാടില്ല, അതിൻ്റെ ഉള്ളിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് അതിൽ ഈർപ്പം നിലനിൽക്കാൻ ആ കവർ ഏറ്റവും നല്ലതാണ്. ആ കവർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന എല്ലാ മെത്തേഡിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു കവർ ഇട്ട് കൊടുക്കണം. ആയാലും ആദ്യം ഇതിന് കവറിന്റെ ആവശ്യമില്ല. ഇത് ചുറ്റി കൊടുക്കും. രണ്ടും കൂടി ഒട്ടാനും വേണ്ടിയിട്ട് ശരിക്കും ഒട്ടി പിടിക്കാനും വേണ്ടിയിട്ട് ചുറ്റി കൊടുക്കില്ല. ഇതിന് ബാക്കിയുള്ള മെത്തേഡിനൊക്കെ നമ്മൾ സ്ലീവ് കവർ ഇട്ട് കൊടുക്കേണ്ടത്. ഈ സമയങ്ങളിൽ നമ്മൾ വളപ്രയോഗത്തിനോ അല്ലെങ്കിൽ നനക്കോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ നനച്ചു കൊടുക്കണം. നന ഒരിക്കലും നമ്മൾ കുറക്കാൻ പാടില്ല. കാരണം വെള്ളം ഇതിന് ആവശ്യമാണ്. ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പിന്നെ ബഡ്ഡിങ്ങും അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ്ങും ഒക്കെ പിന്നെ പിടിക്കാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ അത് നനച്ചു കൊടുക്കണം. വളപ്രയോഗം അങ്ങനെ ഈ സമയത്ത് നമ്മൾ വളമൊന്നും പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വളർന്ന് കമ്പ് എല്ലാം പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വേറെ ഗ്രോ ബാഗിലേക്ക് മാറ്റുമ്പോൾ പോട്ട് മിശ്രിതങ്ങൾ തയ്യാറാക്കി നല്ല രീതിയിൽ അത് പിന്നെ മറ്റൊരു ഗ്രോ ബാഗിലേക്ക് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ചട്ടിയിലേക്കോ ഡ്രമ്മിലേക്കോ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷം അത് കായ്ച്ചു കഴിഞ്ഞാലും കായ്ക്കാൻ വിടരുതല്ല. ആദ്യത്തെ ഒരു വർഷം നമ്മൾ മാവിനെ കായ്ക്കാൻ അനുവദിക്കരുത്. പൂ കണ്ട് നുള്ളി കളഞ്ഞാൽ മതി. ഉദാഹരണമായിട്ട് ഇതിപ്പോൾ 1 വർഷമായ പ്ലാന്റ് ആണ്. ഇനിയിപ്പോൾ നമ്മളിത് ചെയ്ത് ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് 2 വർഷമായി. അപ്പോൾ 3ാമത്തെ വർഷം തൊട്ടിട്ടാണ് ഒരു പിന്നെ ഗ്രാഫ്റ്റോ ബെഡോ ചെയ്ത മാവിനെ നമ്മൾ കായ്ക്കാൻ അനുവദിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത മാവുകളെ നമുക്ക് ഈ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത്തരം മാവുകളൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ട്രെയിൻ ചെയ്ത് അതിനൊരു രൂപം ഉണ്ടാക്കി കൊണ്ടുവരാം. അതിലും വേറെ പ്രശ്നമൊന്നുമില്ല. ഉപശാഖകളൊക്കെ ഉണ്ടാക്കി നല്ലൊരു രൂപത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു വൃത്താകൃതിയിൽ കുട രൂപത്തിൽ ഉണ്ടാക്കി പിന്നെ അതിലേക്ക് സൂര്യപ്രകാശം ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ ഒരു കനോപ്പി കൊടുത്ത് അതിലേക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ നമുക്ക് മാവിനെ മാറ്റിയെടുക്കാവുന്നതാണ്. അത്തരത്തിലുള്ള മാവുകളൊക്കെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? താങ്ക് യു.